ഹലോ ഗേസ്, ഇന്ന് നമുക്ക് നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ. അപ്പം നമ്മൾ ഒരു 8-10 മത്തി നല്ല അടിപൊളിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മത്തി നല്ല മുളകിട്ട കറി വയ്ക്കാനാണ്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങളാണ് 3 തക്കാളി, ഒരു വലിയ ഉള്ളി, 4 പച്ചമുളക്, ഒരു അര ഇല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതാണ് ഈ മീൻകറിക്ക് വേണ്ട സാധനങ്ങൾ കേട്ടോ. കൂടുതലൊന്നും വേണ്ട, നമുക്ക് ചെറിയതായിട്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ലേസം പുളിയാണ് കേട്ടോ. അത് പുളി നല്ല വെള്ളത്തിൽ കഴുകി ഇട്ട് വയ്ക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അതിന് വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ച് ഞാൻ ലേസം എണ്ണ പാർന്ന് ലേസം ഉലുവ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് അപ്പോൾ ഉലുവ പൊട്ടി ഏകദേശം ആയി. അപ്പം നമുക്ക് ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി മറിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലേസം നേരം അടച്ച് വെക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലേസം ഇഞ്ചി, അരിഞ്ഞ് വെച്ച ഇഞ്ചി, ലേസം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് നമുക്ക് നല്ല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ചെറുതായിട്ടൊന്ന് അപ്പോൾ നമ്മളെ ഇഞ്ചി ഉള്ളിയും ഒക്കെ വേടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലേസം തക്കാളി നമുക്ക് ആഡ് ചെയ്യാം. തക്കാളിയും പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. അടിപൊളിയായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് അടച്ച് വയ്ക്കണം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വൃത്തിയായിട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം അടിപൊളിയായിട്ട് വാടി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിൻ്റെ മസാലകളൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ മസാലകൾ ഇതേമാതിരി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളി വാട്ടിയതും ഒക്കെ ഇതേപോലെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യണം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1.5 സ്പൂൺ നല്ല മുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നല്ല 1.5 സ്പൂൺ മുളക് പൊടി. ഇപ്പോൾ നമ്മൾ ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇപ്പോൾ ഇതാ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അത് ലേസം മുളകും പൊടിയാണ് കേട്ടോ. പിന്നെ ലേസം മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നല്ലോണം ഇളക്കി ഒന്ന് മസാല ഒരു മൂക്കുന്നത് വരെ ഒന്ന് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മളെ മസാല ഇതുപോലെ നല്ല വാടി നമ്മളെ മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഏകദേശം ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ആ പുളിവെള്ളം എടുത്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ ലേസം പച്ചവെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ലേസം പച്ചവെള്ളം കൂടി ആഡ് ചെയ്യണം. കഴിയാത്തതിന് ലേസം പച്ചവെള്ളം കൂടി പാടണം കേട്ടോ. എന്നിട്ട് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്കിത് അടച്ച് വയ്ക്കാം. നല്ലോണം വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ച് ഒരു പരിവായിട്ട് നിൽക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വെട്ടി തിളയ്ക്കും. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ വെള്ളം വാർന്ന് പുളി വാർന്ന് നല്ല വെട്ടി തിളച്ചതിൻ്റെ ശേഷം നമ്മൾ മത്തി ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ മത്തി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി നമ്മൾ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുക. മത്തി ആഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ചെറിയതായിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് നല്ല വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇടണം. ലേസം കറിവേപ്പിൻ്റെ ഇലയും അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യണം കേട്ടോ. ലേസം കറിവേപ്പിൻ്റെ ഇല അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ മത്തി മുളകിട്ട കറി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ കറിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചോറുള്ള കറിയാണ്. ഞാൻ നിൽക്കുന്നപ്പോൾ ഖത്തറിലാണത്.
അപ്പോൾ ഈ റെസിപ്പി കണ്ട് എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.